Hi dear friends, welcome back to Easy English at Home. Nothing great ever came that easy. വളരെ ഈസി ആയിട്ട് ഒരിക്കലും തന്നെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. ഇഫ് യു വാണ്ട് ടു അച്ചീവ് സംതിങ് ഗ്രേറ്റ് ഇൻ യുവർ ലൈഫ് യു ഹാവ് ടു വർക്ക് ഹാർഡർ. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഗ്രേറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ലൈഫിൽ ഉണ്ടാക്കാൻ കഴിയൂ. സോ വർക്ക് ഹാർഡ് ആൻഡ് അച്ചീവ് യുവർ ഡ്രീംസ്. ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ ടങ് ട്വിസ്റ്റർ. ടുഡേയ്സ് ടങ് ട്വിസ്റ്റർ ഈസ് proper preparation prevents you from poor performance. Proper preparation prevents you from poor performance. Proper preparation നന്നായി നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ prevents you അത് നമ്മളെ തടയും from poor performance മോശം പെർഫോമൻസിൽ നിന്നും നമ്മളെ അത് തടയും. എന്ന് പറഞ്ഞാൽ നന്നായി നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും എന്നർത്ഥം. സോ പ്രിപ്പയർ വെൽ ആൻഡ് മേക്ക് യുവർ ഇംഗ്ലീഷ് ബെറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നത് ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്യണം എന്ന് പറയാനാണ്, അല്ലേ? ഷുഡാണ് നമ്മളിത് പറയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു കാര്യം സംഭവിച്ചേക്കാം, ചെയ്തേക്കാം, ഇങ്ങനെ പോസിബിലിറ്റി എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. ഇത് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടത് മേ എന്ന ഫ്രേസാണ്. ഓക്കെ, സോ മേക്ക് ശേഷം V1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആക്ടർ പ്ലസ് മേ പ്ലസ് V1 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം ചെയ്തേക്കാം, സംഭവിച്ചേക്കാം എന്ന് പറയാൻ വളരെ ഈസി ആയിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഇന്ന് അവിടെ പോയേക്കാം. ഐ മേ ഗോ ദർ ടുഡേ. 8 ആക്ടേഴ്സിൻ്റെയും കൂടെ സെയിം സ്ട്രക്ചറാണ്. ഐ മേ ഗോ ദർ ടുഡേ, യു മേ ഗോ ദർ ടുഡേ, ദേ മേ ഗോ ദർ ടുഡേ, വി മേ ഗോ ദർ ടുഡേ, ഹി മേ ഗോ ദർ ടുഡേ, ഷീ മേ ഗോ ദർ ടുഡേ, എവ്രിബഡി മേ ഗോ ദർ ടുഡേ, ജോൺ മേ ഗോ ദർ ടുഡേ. ഇന്നൊരു കാര്യം ചെയ്തേക്കാം. ടീച്ചർ ഇന്ന് ക്ലാസ്സിലോട്ട് വന്നേക്കാം. ടീച്ചർ മേ കം ടു ദ ക്ലാസ് ടുഡേ. ഇന്ന് മഴ പെയ്തേക്കാം. ഇറ്റ് മേ റെയിൻ ടുഡേ. അവൾ നിന്നെ വിളിച്ചേക്കാം. ഷീ മേ കോൾ യു. ഈ രീതിയിൽ ഒരു കാര്യം ചെയ്തേക്കാം, സംഭവിച്ചേക്കാം എന്ന് പറയാൻ ആക്ടർ പ്ലസ് മേ പ്ലസ് ആക്ഷൻ V1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അടുത്തത് ഒരു കാര്യം ചെയ്തേക്കില്ല, സംഭവിച്ചേക്കില്ല, പോസിബിലിറ്റി ഇല്ല എന്ന് പറയാൻ മേയുടെ കൂടെ നോട്ട് ചേർത്താൽ മതി. മെ നോട്ട്. ഹി മെ നോട്ട് കം ടുഡേ. അവൻ ഇന്ന് വന്നേക്കില്ല. 8 ആക്ടേഴ്സിൻ്റെയും കൂടെ സെയിം സ്ട്രക്ചറാണ്. ഐ മെ നോട്ട് കം ടുഡേ, യു മെ നോട്ട് കം ടുഡേ, ദേ മെ നോട്ട് കം ടുഡേ, വി മെ നോട്ട് കം ടുഡേ, ഹി മെ നോട്ട് കം ടുഡേ, ഷീ മെ നോട്ട് കം ടുഡേ, എവ്രിബഡി മെ നോട്ട് കം ടുഡേ, ജോൺ മെ നോട്ട് കം ടുഡേ. സോ ഒരു കാര്യം ചെയ്തേക്കില്ല എന്ന് പറയാൻ മെ നോട്ട്. ആക്ടർ പ്ലസ് മെ നോട്ട് പ്ലസ് ആക്ഷൻ V1 ഉപയോഗിച്ചാൽ ഒരു കാര്യം സംഭവിച്ചേക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് ഒരു കാര്യം സംഭവിച്ചേക്കുമോ, ചെയ്തേക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആയില്ലേ, മേ നമുക്ക് ഫസ്റ്റ് കൊണ്ടുവരാം. മേ ഐ ഗോ ടുഡേ, മേ യു ഗോ ടുഡേ, മേ ദേ ഗോ ടുഡേ, മേ വി ഗോ ടുഡേ, മേ ഹി ഗോ ടുഡേ, മേ ഷീ ഗോ ടുഡേ, മേ എവ്രിബഡി ഗോ ടുഡേ, മേ ജോൺ ഗോ ടുഡേ. ഒരു കാര്യം ചെയ്തേക്കുമോ, സംഭവിച്ചേക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇനി സംഭവിച്ചേക്കില്ലേ എന്ന് ചോദിക്കാൻ മെനോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വെച്ച് കൊടുത്താൽ മതി. മെനോട്ട് ഐ കോൾ ഹിം ടുഡേ. ഞാൻ ഇന്ന് അവനെ വിളിച്ചേക്കില്ലേ. മെനോട്ട് യു കോൾ ഹിം ടുഡേ. ഈ രീതിയിൽ സംഭവിച്ചേക്കില്ലേ എന്നാകുമ്പോൾ മെനോട്ട് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ വെച്ച് കൊടുത്താൽ മതി. സോ നമ്മളിന്ന് നോക്കിയിട്ടുള്ളത് ഒരു കാര്യം ചെയ്തേക്കാം, ചെയ്തേക്കില്ല, ചെയ്തേക്കുമോ, ചെയ്തേക്കില്ലേ, ഈ 4 സ്ട്രക്ചേഴ്സ് എങ്ങനെ പറയാമെന്നാണ്. ഇത് പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് മേ ആണ്. മേക്ക് ശേഷം ആക്ഷൻ V1 ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്.